ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഒരു നിമിഷം പോലും തന്നെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നിയാലും അതെനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് തുല്യമായിരിക്കും. എന്റെ കൺമുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് തീർത്തും അവരുടെ കുടുംബപരമായ ഒരു കാര്യമാണ്. അതിനേക്കാൾ വലിയ കാര്യമാണ് സിത്താരയിൽ നിന്നും നമ്മൾ മറച്ചുവെച്ചത്. സിത്താരയുടെ മകളുടെ ജീവന് തന്നെ ആപത്തുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇതൊരു പ്രശ്നമാക്കണ്ട. ശരിയമ്മേ. പക്ഷേ ശ്രീനിവാസൻ ഗാഥമോളുടെ അച്ഛനാണല്ലോ. അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? അറിഞ്ഞാ നല്ലതാ. നമ്മുടെ മുന്നിലുള്ള പ്രധാന കാര്യം ഗാഥയും കൃഷ്ണയും എങ്ങനെ ഒരു രൂപത്തിൽ വന്നു എന്നുള്ളതാ. അവരിരട്ടകളാണോ എന്നുള്ളതാ. സിത്താരയോട് നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. മറിച്ച് നമ്മൾ മറ്റേതെങ്കിലും വഴിയിലൂടെ അത് കണ്ടെത്തിയേ പറ്റൂ. എനിക്ക് തോന്നുന്നത് ശ്രീനിവാസിനെ കുറിച്ചുള്ള അന്വേഷണം അതിനുപകരിക്കുന്ന. എങ്കിൽ ശ്രീനിവാസനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാനൊരാളെ ഏർപ്പാടാക്കട്ടെ. ഏർപ്പാടാക്കിക്കോളൂ. പക്ഷെ എല്ലാം രഹസ്യമായിട്ട് വേണം. സിത്താരെ അറിയാതെ അവരുടെ കുടുംബ രഹസ്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു കാരണവശാലും സിത്താര തിരിച്ചറിയാൻ പാടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നന്ദ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? കൃഷ്ണമോളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചപ്പം മുതല് ചെറുതാണെങ്കിലും അതിനു വേണ്ടിയുള്ള ഓരോരോ തെളിവുകള് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിലവസാനത്തേതാണ് വിശ്വനാഥൻ നിന്നെ കണ്ടത്. എന്തോ ഇപ്പോ മനസ്സിലൊരു വിശ്വാസം തോന്നുക, യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരിക എന്ന്. വരുമേ. ശത്രുത കാണിച്ചവന് വേണ്ടി പോലും പ്രാർത്ഥിച്ചതല്ലാതെ ആരെയും ദ്രോഹിക്കണമെന്ന് നമ്മൾ ഈ നിമിഷം വരെ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. അത് ദൈവം കേൾക്കും. ശ്രീനിവാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കിട്ടും. ഭഗവാനെ, ഇറക്കി വെക്കാനുള്ള ദുരിതങ്ങൾ ഒരുപാടാണ്. അതിന് ഏതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മ, കളരിക്കൽ കുടുംബത്തിലെ നല്ലവരായ കുറെ ആളുകൾ, ഗാഥയുടെ ആയുസ് എല്ലാം ഒരു നൂലിൽ എന്ന പോലെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുക. ഒരാളെയും കൈവിടരുത്, ഒരാൾക്കും വേദനയും കൊടുക്കരുത്. എന്നെ ഗാഥയാണെന്ന് കരുതിയിട്ടാണേലും ഉള്ളിൽ നിറയെ സ്നേഹിക്കുന്ന നവി, ആ മനസ്സില് നന്മ മാത്രമേ ഉള്ളൂ. ഈ ജീവിതകാലം മുഴുവനും നവീന് സന്തോഷം മാത്രം കൊടുക്കണേ.
ആലോചന വ്രതത്തെക്കുറിച്ചാണോ? പിന്നെ ഇപ്പൊ തൊഴുതിറങ്ങിയ അമ്പലത്തിനെ കുറിച്ചാണോ? അല്ല. അമ്മയെക്കുറിച്ച്? അല്ല. ഭാഗ്യം. അതെന്താ? ഇതൊന്നുമല്ലെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ടത് എന്നെ കുറിച്ചല്ലേ? അതെന്റെ ഭാഗ്യമല്ലേ? കഥ ഇത്രയും ആഴത്തില് താൻ എന്റെ മനസ്സിൽ പതിയൊന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോ പോലും മറ്റു പല കാര്യങ്ങളുടെയും കൂട്ടത്തില് മനസ്സിന്റെ ഓരോരത്ത് താനുണ്ടാവുമെന്ന് ഞാൻ കരുതിയുള്ളൂ. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സില് പൂർണ്ണമായിട്ടും താനാ. മനസ്സിന്റെ ഓരോ ഇടത്തും തന്റെ ചിരി, തന്റെ വിടർന്ന കണ്ണുകൾ, താൻ പറയുന്ന സിമ്പിളായിട്ടുള്ള വാക്കുകൾ, അതൊക്കെ ഇങ്ങനെ എന്നിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഇനി അതൊന്നും മാറ്റാനായിട്ട് ആരെ കൊണ്ട് പറ്റില്ല. ഇത്രത്തോളം എനിക്കിനി ആരെയും സ്നേഹിക്കാനും കഴിയില്ല. ഇനി ഒരു നിമിഷം പോലും തന്നെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നിയാലും അതെനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് തുല്യമായിരിക്കും. എന്റെ കൺമുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്.